ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീൽ ചോദിച്ചു വാങ്ങിയ ഒരു തോൽവിയാണ് ഇന്ന് വേൾഡ് കപ്പിൽ നടന്നിട്ടുള്ളത്. 1-2 ഗോളുകൾക്ക് നോർവേ ബ്രസീലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വേൾഡ് കപ്പിൽ നിന്നും പുറത്താക്കി എന്നുള്ളതാണ്. മോശം പ്രകടനമാണ് ബ്രസീൽ നടത്തിയിട്ടുള്ളത്. അവസരങ്ങൾ പാഴാക്കിക്കളഞ്ഞു. മാത്രമല്ല, പൊസഷൻ ഗെയിം കളിക്കാൻ ബ്രസീൽ തയ്യാറായിരുന്നില്ല. ഡിഫൻസീവ് ഗെയിമാണ് ബ്രസീൽ കളിച്ചത്. കാർലോ ആഞ്ചലോട്ടിയുടെ എല്ലാ ടാക്ടിക്സും അമ്പേ പരാജയമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മോശം സബ്സ്റ്റിറ്റ്യൂഷനുകളാണ് കാർലോ ആഞ്ചലോട്ടി ഈ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത്. ഗബ്രിയേൽ മാർട്ടിനെല്ലിയെ പിൻവലിച്ചത് വലിയ ഒരു തിരിച്ചടിയായി എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഈ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ബ്രസീലിന് ഒരു പെനാൽറ്റി ലഭിച്ചു. വിനീഷ്യസ് ജൂനിയർ എടുക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ബ്രൂണോ ഗിമറസ് എടുത്തു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം അത് പാഴാക്കി കളയുകയും ചെയ്തു. അവിടം തൊട്ടാണ് ബ്രസീലിന് കളി നഷ്ടമായി തുടങ്ങിയത്. ഏതായാലും ഈ മത്സരം അവസാനിച്ച ഉടൻ തന്നെ മാധ്യമങ്ങളെ പരിശീലകർ കാണുന്ന ഒരു രീതിയുണ്ട്. എന്നാൽ കാർലോ ആഞ്ചലോട്ടി അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. മാധ്യമങ്ങളെ ഉടൻ തന്നെ കാണാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം മുങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. മറിച്ച് കാർലോ ആഞ്ചലോട്ടിയുടെ മകനായ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് പരിശീലകനായ ഡേവിഡ് ആഞ്ചലോട്ടിയാണ് മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. ഇന്റർവ്യൂ നൽകിയത് ഡേവിഡ് ആഞ്ചലോട്ടിയാണ്. അദ്ദേഹത്തോട് ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് വിനിക്ക് പെനാൽറ്റി നൽകിയില്ല, എന്തുകൊണ്ടാണ് ബ്രൂണോ ഗിമറസിന് പെനാൽറ്റി നൽകിയത് എന്ന ചോദ്യം ഡേവിഡ് ആഞ്ചലോട്ടിയോട് ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിന് മുന്നേ, മത്സരത്തിന് മുന്നേ തന്നെ ഇത് തീരുമാനിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ഡേവിഡ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എല്ലാ കളികളിലെയും പോലെ ഇത് മുൻകൂട്ടി എടുത്ത ഒരു തീരുമാനമാണ്. പെനാൽറ്റി ആരാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഞങ്ങൾ എപ്പോഴും താരങ്ങളെ മുൻകൂട്ടി അറിയിക്കാറുണ്ട്. ഇത് കോച്ചിങ് സ്റ്റാഫിന്റെ തീരുമാനമാണ്. ഫുട്ബോളിൽ പെനാൽറ്റി നഷ്ടപ്പെടുന്നത് സ്വാഭാവികമാണ്. ഇന്ന് അത് സംഭവിച്ചു. ഇതാണ് ഇപ്പോൾ ഡേവിഡ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്നത്തെ മത്സരത്തിൽ പെനാൽറ്റി എടുക്കേണ്ട താരം അത് ബ്രൂണോ ഗിമറസ് ആണ് എന്നുള്ളത് കോച്ചിങ് സ്റ്റാഫ് തീരുമാനിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ഡേവിഡ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് അമ്പേ പാളിപ്പോയി എന്നുള്ളതാണ് വസ്തുത. ബ്രൂണോ നിർണായകമായ പെനാൽറ്റി നഷ്ടപ്പെടുത്തി. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ എൻട്രിക്കിന് ഒരു ഗോൾഡൻ ചാൻസ് ലഭിച്ചിരുന്നു. അത് അദ്ദേഹം പാഴാക്കി കളഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഏർലിംഗ് ഹാലൻഡ് അവതരിച്ചത്. കിട്ടിയ 2 അവസരങ്ങളും അദ്ദേഹം അത് ഗോളാക്കി മാറ്റുകയായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.